മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചുള്ള നാവിഗേഷൻ ഭൂമി ഒരു ജയന്റ് മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്നത് തെളിയിക്കുന്നു. കോമ്പസിന്റെ നീഡിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി അലൈൻ ചെയ്യപ്പെടുന്നതിനാലാണ് ഇത്തരത്തിൽ നാവിഗേഷൻ പർപ്പസിന് അവയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. ഭൂമിയുടെ ആക്സിസ് ഭൂമിയുടെ സർഫസുമായി ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഉള്ളിൽ ഒരു ജയന്റ് ബാർ മാഗ്നറ്റ് ഉള്ളത് കാരണമാണ് അതിന് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ ജയന്റ് മാഗ്നറ്റിന്റെ സൗത്ത് പോളിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ കോമ്പസിന്റെ നീഡിലിന്റെ നോർത്ത് പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്. നീഡിലിന്റെ നോർത്ത് പോൾ ഭൂമിയുടെ നോർത്ത് പോളിലേക്ക് ആകർഷിക്കപ്പെടുന്ന കാരണത്താൽ ജയന്റ് മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഭൂമിയുടെ നോർത്ത് പോളിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഭൂമിയുടെ നോർത്ത് പോൾ ഭൂമിക്കുള്ളിലുള്ള ജയന്റ് ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോളിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നീഡിൽ ഭൂമിയുടെ എക്സാക്ട് നോർത്തിലേക്കല്ല പോയിന്റ് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് മാഗ്നറ്റിന്റെ ആക്സിസ് എർത്തിന്റെ പോൾസുമായിട്ട് കൃത്യമായി അലൈൻ ചെയ്യപ്പെട്ട രീതിയിൽ അല്ല കാണുന്നത് എന്നാണ്. അതായത് മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എർത്തിന്റെ പോളിൽ നിന്നും കുറച്ച് ടിൽറ്റ് ചെയ്യപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് എർത്തിന്റെ നോർത്ത് പോളിലേക്കാണ് എത്തേണ്ടതെങ്കിൽ നിങ്ങളുടെ കോമ്പസ് നിങ്ങളെ നയിക്കുന്നത് മാഗ്നറ്റിന്റെ സൗത്ത് പോളിലേക്കായിരിക്കും. ആ പ്ലേസിനെ വിളിക്കുന്നത് എർത്ത്സ് മാഗ്നറ്റിക് നോർത്ത് പോൾ എന്നാണ്. ആക്ച്വൽ നോർത്തിനെ ജിയോഗ്രഫിക് നോർത്ത് അല്ലെങ്കിൽ ട്രൂ നോർത്ത് എന്ന് വിളിക്കുന്നു. ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് കൃത്യമായി ജിയോഗ്രഫിക് നോർത്ത് പോളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആയതിനാൽ നാവിഗേഷൻ പർപ്പസിന് ഈ ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആംഗിളിനെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് വിളിക്കുന്നു. ഈ മാഗ്നറ്റിക് ഡിക്ലിനേഷന്റെ വാല്യൂ പ്ലാനറ്റിന്റെ ഓരോ പ്ലേസിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ പോയിന്റിൽ അതിന്റെ വാല്യൂ കുറച്ച് കൂടുതലാണ്. ഇത് നമുക്ക് ഒരു മാപ്പ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എർത്തിൽ ഒരു പോയിന്റിലൂടെയും അതുപോലെ എർത്തിന്റെ ട്രൂ നോർത്തിലൂടെയും സൗത്തിലൂടെയുമായി പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. എർത്തിന്റെ ആക്സിസ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആയിട്ടാണ് വരുന്നത്. എന്നാൽ നിങ്ങൾ നിൽക്കുന്ന പോയിന്റിലൂടെ അല്ലെങ്കിൽ എർത്തിലെ ഡിക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെയും അതുപോലെ എർത്തിന്റെ മാഗ്നറ്റിക് നോർത്തിലൂടെയും മാഗ്നറ്റിക് സൗത്തിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ വരക്കുന്ന സർക്കിളാണ് മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയന്റെ ഡയമീറ്റർ എർത്തിന്റെ മാഗ്നറ്റിക് ആക്സിസ് ആണ്. ഇത്തരത്തിൽ വരക്കുന്ന മാഗ്നറ്റിക് മെറിഡിയന്റെയും ജിയോഗ്രഫിക് മെറിഡിയന്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ.